അല്ലാഹുവല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുകയും റബ്ബല്ലാത്ത ആളുകളിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുകയും അല്ലാഹുവിൽ പങ്കു ചേർക്കുകയും ചെയ്താൽ അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ ലോകത്തെ സർവ്വ അമ്പിയാക്കളോടും പറഞ്ഞൊരു കാര്യം കൂടിയാണത്. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്തു വിളിച്ച് അല്ലാഹുവിന്റെ തിരുദൂതന് കൊടുക്കുന്ന അല്ലാഹുവിന്റെ ഒരു വചനമാണിത്. റസൂലേ, നിങ്ങൾക്ക് മുൻപുള്ള സർവ്വ പ്രവാചകന്മാർക്കും കൊടുത്ത ഒരു വഹ്യ് ഞാൻ നിങ്ങൾക്കും നൽകുകയാണ്. എന്താണ് ആ വചനം? ലഇൻ അശ്റക്ത, ശിർക്ക് ചെയ്യുന്നത് നിങ്ങളാണെങ്കിൽ പോലും ലയകൂനന്ന മിൻ ലയബതന്ന അമലുക, നിങ്ങളുടെ അമലുകളെല്ലാം ബാത്തിലായി പോകും. നിങ്ങൾ ചെയ്ത സർവ്വ കർമ്മങ്ങളും അതോടെ ഇല്ലാതാകും. എന്തുകൊണ്ട് അല്ലാഹു തആല ലോകത്തിന്റെ ഹബീബായ നബി തങ്ങളോട് അത് പറയാനുള്ള കാരണം? മക്കയിലെ ചില ആളുകൾ വന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്നു പറഞ്ഞു, മുഹമ്മദേ, നീ പറയുന്ന അല്ലാഹുവിനെ ഞങ്ങൾ അംഗീകരിച്ചോളാം, നീ പറയുന്ന അല്ലാഹുവിന്റെ മാർഗവും ഞങ്ങൾ സ്വീകരിച്ചോളാം. പക്ഷെ നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരേണ്ടത് ഒരു കാര്യം മാത്രം. ഞങ്ങളുടെ ജാറും കാണുമ്പോ, ഞങ്ങളുടെ ശൈഖന്മാരുടെ മക്ബറ കാണുമ്പോ നീ അതിന്റെ മുൻപിൽ വന്ന് സുജൂദ് ചെയ്തിട്ടില്ലെങ്കിലും ഞങ്ങളുടെ കബറിന്റെ നേരെ നോക്കി, ലാത്തയുടെ കബറിന്റെ നേരെ നോക്കി, ഉസ്സ എന്ന ഞങ്ങൾ പൂജിക്കുന്ന മരം നോക്കി കൈകൊണ്ടൊരു അഭിവാദ്യം അർപ്പിച്ചാൽ മതി. അത് ചെയ്താൽ മതി മുഹമ്മദേ. അതിനു പുറമെ നീ ഒന്നും ചെയ്യേണ്ട, നീ പറയുന്നത് എന്തും ഞങ്ങൾ അനുസരിക്കുമെന്ന് ശത്രുക്കളായ ആളുകൾ അള്ളാഹുവിന്റെ റസൂലിനോട് ആവശ്യമുന്നയിച്ചപ്പോ അല്ലാഹു തആല കൊടുക്കുന്ന ഒരു വചനമാണിത്. ലയഹബതന്ന അമലുക, നീ ചെയ്യുന്ന സർവ്വ കർമ്മങ്ങളും ബാത്തിലായി പോകും. വലനതകൂനന്ന മിനൽ ഖാസിരീൻ, നീ നിന്യന്മാരുടെ കൂട്ടത്തിൽ പെട്ടുപോകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിനോട് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടെ സൂചിപ്പിക്കുന്നതും ജീവിതത്തിൽ ശിർക്ക് വരാതെ നോക്കണം. ഇന്ന് പല കോലത്തിലും അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതുപോലെ ഇരുട്ടുള്ള രാത്രിയിൽ കറുത്ത പാറക്കുമുകളിലൂടെ ഒരു കറുത്ത ഉറുമ്പരിച്ചു വരുന്നത് പോലെ നിങ്ങളിലേക്ക് ശിർക്ക് വരും. ആ ശിർക്കിനെ നിങ്ങൾ സൂക്ഷിക്കണം. പല കോലത്തിലും നിങ്ങളെ ജനങ്ങൾ പിഴപ്പിക്കും. പണ്ഡിത വേഷം കെട്ടിയവരും പുരോഹിതന്മാരും നിങ്ങളുടെ വിശ്വാസത്തിൽ അബദ്ധങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഓരോരുത്തരും ഗൗരവത്തോടെ ചിന്തിക്കണം, എന്റെ വിശ്വാസത്തിൽ ശിർക്കില്ല എന്ന്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഖുർആൻ പഠിച്ചവരെ പോലും പിഴപ്പിക്കാൻ പിശാചിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഏതൊരു സ്ഥലത്താണെങ്കിലും നമുക്ക് കാണാനാവാത്ത ലോകത്തിന്റെ സൃഷ്ടാവല്ലാത്തൊരാളോടും നമ്മൾ സഹായം ചോദിക്കാൻ പാടില്ല. എന്റെ റബ്ബ് എന്നെ സഹായിക്കുമെന്ന വിശ്വാസം, അതിനു പകരം റബ്ബ് കൊടുത്ത കഴിവിൽ നിന്ന് നമ്മൾ കാണാത്ത പലരും നമ്മളെ സഹായിക്കാനുണ്ട് എന്ന വിശ്വാസത്തിലേക്ക് നമ്മളെ മനസ്സിനെ കൊണ്ടുപോകാൻ പിശാചാഞ്ഞ് പണിയെടുക്കുമ്പോ അവിടെ നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം. ഇത് തന്നെയായിരുന്നു മക്കയിലെ മുശ്രിക്കീങ്ങൾ പറഞ്ഞ വാദവും. അല്ലാഹു അല്ലാത്ത ആളുകളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് റബ്ബ് കൊടുത്ത കഴിവിൽ നിന്നാണ് ചോദിക്കുന്നത്. മരിച്ചുപോയ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും ശുഹദാക്കൾക്കും മുൻകാലഘട്ടത്തിലുള്ള പുണ്യ മനുഷ്യന്മാർക്കും ഞങ്ങൾ കൊടുത്ത കഴിവിൽ നിന്നാണ് ചോദിക്കുന്നതെന്ന് അന്നവര് റസൂലുള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ തിരുദൂതൻ തിരിച്ചു പറഞ്ഞ മറുപടി, ഹയ്യുൽ ഖയ്യൂമായ, നിങ്ങളെ അറിയുന്ന, നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത ആ റബ്ബിനോടാവണം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബിയുടെ ഭാര്യ ഹാജറ റളിയല്ലാഹു തആല അൻഹ മരുഭൂമിയിൽ കിടന്ന് വെള്ളം കിട്ടാതെ സങ്കടപ്പെട്ടപ്പം അവിടെ നിന്ന് പ്രാർത്ഥിച്ചത് റബ്ബിനോടായിരുന്നു. പല യാത്രക്കിടയിലും ക്ഷീണം കൊണ്ട് ബുദ്ധിമുട്ടുന്ന സഹാബാക്കൾ മരുഭൂമിയിൽ കിടന്ന് പ്രാർത്ഥിച്ചത് റബ്ബിനോടായിരുന്നു. ഇന്ന് നമ്മളെ വിശ്വാസികൾക്കിടയിൽ പോലും ഒരു അബദ്ധമുണ്ടാക്കാൻ, ദുർബലമായ വാക്കുകളുടെ പേരിൽ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഒരു അക്കച്ചക്കുണ്ടാക്കാൻ പലർക്കും സാധിക്കുന്നുണ്ട് എങ്കിൽ അവിടെ നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കണം, എന്റെ വിശ്വാസപ്രകാരം അല്ലാഹു അല്ലാത്ത, റബ്ബല്ലാത്ത, ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു അല്ലാത്ത മറ്റേത് വസ്തുക്കളോട് സഹായം ചോദിക്കുന്നതും അല്ലാഹു നൽകുന്നത് പോലെ നൽകുമെന്ന് വിശ്വസിച്ച് ജാറത്തിങ്കൽ പോയാലും, ജീവിച്ചിരിക്കുന്നവരെ വിശ്വസിച്ചാലും, അവരുടെ മന്ത്രിച്ചൂതുന്ന ഏലസിന് കാത്തിരുന്നാലും, അവരൂതിയ വെള്ളം കുടിക്കാൻ കാത്തിരുന്നാലും, കണ്ണിൽ കാണാത്ത വസ്തുക്കളോട് ചോദിച്ചാലും ലഇൻ അശ്റക്ത, അത് ശിർക്ക് തന്നെയാണ്. ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ
ഒരിക്കലും നമ്മളെ പിഴവിലാക്കാൻ പിശാചിന് സാധിക്കുകയില്ല. ആ വിശ്വാസത്തിൽ അബദ്ധം സംഭവിക്കുമ്പോ ശൈത്താൻ പല കോലത്തിലും വേഷം കെട്ടിവരും. മുൻഗാമികൾ അങ്ങനെ ചിലർക്ക് അഭിപ്രായമുണ്ട്, മറ്റു ചിലരങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ അവർക്കുള്ളതിൽ നിന്ന് ആഗ്രഹിച്ച് പറഞ്ഞാൽ അത് അതിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല എന്നൊന്നുള്ളൊരു വ്യാഖ്യാനത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരില്ല. ലഇൻ അശ്റക്ത, എനിക്കെന്റെ റബ്ബ് മതി എന്ന അചഞ്ചലമായ വിശ്വാസം നെഞ്ചിന്റെ ഉള്ളിൽ കൊണ്ടു നടന്നാൽ അതല്ലാത്ത സർവ്വ ദുർബല വിശ്വാസത്തിലേക്കും പോവാനേ പാടില്ല. ആ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാനേ പാടില്ല. കാരണം അള്ളാന്റെ ഹബീബിനോട് അള്ളാഹ് പറയുന്നത്, റസൂലേ, നിങ്ങൾ ശിർക്ക് ചെയ്താൽ പോലും നിങ്ങളെ അമല് ഞാൻ സ്വീകരിക്കില്ല എന്ന്. അതോടൊപ്പം തന്റെ അമലുകളെ പൂർണ്ണമായും നശിപ്പിക്കുന്ന രണ്ടാമത്തെ ഒരു ഭാഗമാണ് കുഫർ ചെയ്യുക എന്നുള്ളത്. കുഫർ എന്ന് പറഞ്ഞാൽ അറിഞ്ഞ സത്യം മൂടിവെക്കുകയും റബ്ബിനെ നിഷേധിക്കുകയും ചെയ്യുക. ഇന്ന് നമ്മുടെ യുവാക്കൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചിന്തകളും അതാ. നിരീശ്വരവാദം, യുക്തിവാദം. ആര് റബ്ബ്? റബ്ബവിടെ സൊമാലിയയിലെ പട്ടിണി റബ്ബന്റെ മാറ്റാത്തത്? റബ്ബല്ലേ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് മനുഷ്യന്റെ ബുദ്ധിയെ മാത്രം ലക്ഷ്യം വെക്കുന്ന നിരീശ്വര യുക്തിവാദികൾ സമൂഹത്തിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയകളും ഇന്റർനെറ്റ് ഇൻസ്റ്റഗ്രാമുകളിലൂടെയും നമ്മളെ മക്കളുടെ മനസ്സുകളിലേക്ക് നിരീശ്വരവാദത്തിന്റെ വിത്തുകൾ പാകിക്കൊണ്ടിരിക്കുകയാണ്. അതിനാക്കം കൂട്ടുന്ന നിലക്ക് മുസ്ലിം സമൂഹത്തിലെ ചില പുരോഹിതന്മാര് ഇല്ലാത്ത കെട്ടുകഥകളും നുണക്കഥകളുമായി ഈ ഉമ്മത്തിനെ കുരുതി കൊടുക്കാൻ തയ്യാറാകുമ്പോ വളരുന്ന തലമുറയിലും കുടുംബത്തിലും മക്കൾക്കും തോന്നിത്തുടങ്ങി, എവിടെ റബ്ബ്, ആര് റബ്ബ്, എന്ത് റബ്ബ് എന്ന ചോദ്യം, കുഫർ നമ്മൾക്കിടയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമായ തറവാട്ടിൽ പറന്ന വാപ്പാന്റെ പല മക്കളും ഇന്ന് നിരീശ്വരവാദത്തിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്നു. ആളറിഞ്ഞിട്ടില്ലെങ്കിലും ആ വിശ്വാസം നെഞ്ചിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നു. അതിനൊരു കാരണം കൂടിയുണ്ട്. നിരീശ്വരവാദിയാണോ പ്രേമിച്ച് നടക്കാം, നിരീശ്വരവാദിയാണോ ഏത് പെണ്ണിനെ ഉപയോഗിക്കാം, യുക്തിവാദിയാണോ പെണ്ണിന്റെ ഡ്രസ് എടുത്തണിയാം, യുക്തിവാദിയാണോ ആണിന്റെ കോലത്തിൽ നടക്കാം, യുക്തിവാദിയാണോ മൂക്കുകുത്താം, മൂക്കിന് കയറിടാം, കണങ്കാലിൽ ചരട് കെട്ടാം, തോന്നിയ മാതിരി തോന്നിയ സൈറ്റ് ജീവിക്കാം. നിരീശ്വരവാദിയാണോ രാത്രി തെരുവിലിറങ്ങാം, ബസ് സ്റ്റാൻഡിലിരിക്കാം, ഞങ്ങൾ ഇൻഡിവിജ്വൽ ഫ്രീഡം, മൈ ബോഡി മൈ ചോയ്സ്. ആ ചിന്തയിലേക്ക് നമ്മളെ മക്കൾ എത്തിപ്പെടുന്നുണ്ടെങ്കിൽ അവരോട് പറയണം, മസലുല്ലദീന കഫറൂ ബിറബ്ബിഹിം, തന്റെ രക്ഷിതാവിൽ അവിശ്വസിച്ച് നടക്കുന്ന ആളുകളെ തീർച്ചയായും നിങ്ങളുടെ അഅ്മാലുഹും, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ കറമാദിൻ, ഒരു കൊടുങ്കാറ്റ് പോലെയായിരിക്കും. ഇസ്തത്തത് ബിഹി റീഹു ഫി യൗമി ആസിഫിൻ ലാ യഖ്ദിറൂന മിമ്മാ കസബു, കൊടുങ്കാറ്റിൽ പറന്നു പോകുന്ന വെണ്ണീർ പോലെയായിരിക്കും നിങ്ങൾ ചെയ്യുന്ന അമലുകൾ. അതുകൊണ്ട് കുഫർ അതില്ല എന്ന് ഓരോരുത്തരും ജീവിതത്തിൽ ചിന്തിക്കണം. ഇസ്ലാമിൽ പലതും നമുക്ക് ചെയ്യാൻ സാധിച്ചു കൊള്ളണം എന്ന് നമുക്ക് തോന്നാൻ പ്രയാസമായിരിക്കും. ഉദാഹരണമായി, എനിക്ക് പാട്ട് കേൾക്കാതെ ജീവിക്കാൻ പറ്റൂല എന്നൊരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിന്റെ കുഴപ്പമല്ല, അത് ആ വ്യക്തിയുടെ കുഴപ്പമാണ്. അതിനർത്ഥം ഇസ്ലാമിൽ പാട്ട്, സംഗീതം ആസ്വദിക്കാം എന്ന് ന്യായീകരിക്കലല്ല. സംഗീതം ഹറാമാണ്, പക്ഷെ എനിക്കതിലേക്ക് എത്തിപ്പെടാൻ പറ്റാറില്ല. അങ്ങനെ ഒരു മനസ്സോടുകൂടി റബ്ബേ എനിക്കതിനൊരു മനസ്സ് തരണം, ആ വൃത്തികേടിൽ നിന്ന് മാറി നിൽക്കാൻ എന്ന് പ്രാർത്ഥിക്കല വിശ്വാസിന്റെ ലക്ഷണം. അല്ലാതെ ആരാ പാട്ട് പാടാത്ത്, ആരാ സംഗീതം ആസ്വദിക്കാത്ത, എന്റെ ഫോണിലില്ലേ, ഈ കാണുന്ന സിനിമയിലില്ലേ എന്ന് ന്യായീകരിക്കാൻ പാടില്ല. അത് കുഫ്റാ. ആ കുഫ്റാണ് റബ്ബ് പറഞ്ഞതും. ഒരു ഹക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ എനിക്കതിലേക്ക് മാറാനുള്ള ഒരു മനസ്സ് തരണം റബ്ബേ എന്ന് പ്രാർത്ഥിക്കലല്ലാതെ ആരാ ലോൺ എടുക്കാത്ത, ആരാ പലിശ ഇടപാടാത്ത, ആരാ ബാങ്ക് പോവാത്ത, ആരാ KSFന്റെ ചിട്ടി എടുക്കാത്ത എന്ത് ചോദിച്ച് ന്യായീകരിക്കുന്നതാണ് കുഫർ, സത്യനിഷേധം, റുബൂബിയത്തിലുള്ള നിഷേധം. അതൊരാളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവന്റെ അമലുകളും കൊടുങ്കാറ്റിൽപ്പെട്ട വെണ്ണീരുകളെ പോലെ ആയിപ്പോകുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നു. ഇതല്ലാതെ ഭാഗികമായി നമ്മളെ അമലുകൾ നഷ്ടപ്പെടുത്തുന്ന ചില ദുസ്വഭാവങ്ങളുണ്ട്. അതിലേറ്റവും ഗൗരവത്തോടെ തിരുദൂതൻ പഠിപ്പിച്ചു, അലാ ഉഖ്ബിറുക്കും ബിമാ ഹുവ അഖ്വഫു അലൈക്കും ഇന്ദി മിനൽ മസീഹിദ് ദജ്ജാൽ. മസീഹുദ് ദജ്ജാലിനേക്കാൾ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു അബദ്ധത്തെ, ഒരു ഭാരത്തെ, ഒരു ഫിത്നയെ ഞാൻ ഭയപ്പെടുന്നുണ്ട്. സഹാബത്ത് ചോദിച്ചു, റസൂലേ കുൽന, ഞങ്ങളോട് പറ, മസീഹുദ് ദജ്ജാലിനേക്കാൾ ഞങ്ങളെ ബാധിക്കുന്ന ആ വൃത്തികേട് എന്തായിരിക്കും? അള്ളാഹുവിന്റെ തിരുദൂതൻ തിരിച്ചു പറഞ്ഞു കൊടുത്തു, അശ്ശിർക്കുൽ ഖഫീ, നിങ്ങൾക്ക് ഗോപ്യമായ ഒരു ശിർക്ക് വരും.
സഹാബത്ത് ചോദിച്ചു, റസൂലേ കുൽന, ഒന്ന് വിശദീകരിച്ചു തരണം, എന്താണ് ആ ഗോപ്യമായ ശിർക്ക് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന്റെ തിരുദൂതൻ പറഞ്ഞു, അരിയാ, ലോകമാന്യത, പ്രകടനപരത, നാട്ടുകാരെ കാണിക്കാനും കുടുംബക്കാരെ കാണിക്കാനും സമൂഹത്തെ ബോധ്യപ്പെടുത്താനും നിങ്ങൾ ചില ഇബാദത്തുകൾ ചെയ്യും. ഞാൻ പറയാറുണ്ട്, പള്ളിയും ആരവങ്ങളും ഒഴിഞ്ഞുപോയപ്പോ ഞാനും നിങ്ങളും നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കേണ്ടതും അതാ. ഞാനൊരു ലോകമാന്യതക്കാരനായിരുന്നു. ഒരു മാസക്കാലത്തോളം റബ്ബിന്റെ മുൻപിൽ വേഷം കെട്ടുന്ന വെറും ലോകമാന്യതയുള്ള പ്രകടനപരതയുള്ള ഒരു ദുർബലനായിരുന്നോ ഞാൻ? ആ മാസത്തെ പോലെ എനിക്കൊരു ജമാഅത്തിന് ഇന്ന് വരെ കയറാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ആ മാസത്തെ പോലെ ഒരു പത്തായത്തോതാൻ എനിക്ക് നേരം കിട്ടിയിട്ടില്ലെങ്കിൽ, ആ മാസത്തിന് ശേഷം ഒരു സുബിഹെങ്കിലും ജമാഅത്തിനെ തന്നെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ, അള്ളാന്റെ ഹബീബ് ഭയപ്പെട്ടത് എന്നിലും നിങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. അരിയാ, ലോകമാന്യത, പ്രകടനപരത, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയുള്ള ജീവിതം. മറ്റൊരു ഭാഗത്ത് അല്ലാഹുവിന്റെ തിരുദൂതൻ വീണ്ടും പഠിപ്പിച്ചു, നിങ്ങൾക്കുണ്ടാകുന്ന അമലുകളെ നഷ്ടപ്പെടുത്തുന്ന മറ്റൊരു സ്വഭാവമാണ് അസർ നമസ്കാരം ഒഴിവാക്കുന്നവരായിരിക്കും. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, മൻ തറക സ്വലാത്തുൽ അസ്രി, ആരെങ്കിലും അസർ നമസ്കാരം ഉപേക്ഷിക്കുകയാണെങ്കിൽ ഫഖദ് ഹബിത അമലുഹു, അവന്റെ എല്ലാ കർമ്മങ്ങളും അള്ളാഹു നിഷ്ഫലമാക്കി കളയും. അവന്റെ അമലുകളൊക്കെ അള്ളാഹു നശിപ്പിച്ചു കളയും. അസർ നമസ്കാരത്തിന് അവൻ പങ്കെടുത്തിട്ടില്ല എങ്കിൽ, ഇന്ന് അസർ നമസ്കാരത്തിന് എത്ര ആളുകൾക്ക് ആവേശമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. മറ്റൊരു ഭാഗത്ത് അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, മുനാഫിക്കീങ്ങളുടെ ഒരു ലക്ഷണം കൂടി അസറിൽ വലിയ ശ്രദ്ധ കാണിക്കില്ല എന്നുള്ളതായിരിക്കും. കാരണം ആ സമയത്തായിരിക്കും പലരും ധൃതിക്കാരാവുന്നത്, പലരും തിരക്കിലാവുന്നത്. അതുകൊണ്ട് അസർ അത് വലിയ സൂക്ഷ്മതയോടെ ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായും ഹബിത അമലുഹു, അവന്റെ എല്ലാ കർമ്മങ്ങളും അള്ളാഹു നശിപ്പിച്ചു കളയും. മറ്റൊരു കാര്യം, ആരെങ്കിലും ജ്യോത്സ്യന്റെ അരികിൽ പോയാൽ, ജ്യോത്സ്യ പ്രവചനങ്ങളിൽ വിശ്വസിച്ചാൽ അവന്റെ അമലുകളും അള്ളാഹു നശിപ്പിച്ചു കളയും. മൻ അതാ അർറാഫൻ, നിങ്ങൾ ഏതെങ്കിലും ഒരു ജ്യോത്സ്യന്റെ അരികിൽ പോയി, അർറാഫ് എന്ന വാക്കിന്റെ നിർവചനം ഗണിച്ചു പറയുന്നവൻ, അറിവുള്ളവനെ പോലെ സംസാരിക്കുന്നവൻ. അത് നീരാളിയാവാം, അത് തത്തയാവാം, അത് മനുഷ്യനാവാം, മറ്റേതെങ്കിലും തരത്തിലുള്ള ഉസ്താദുമാരാവാം, ഔലിയാക്കൾ എന്ന വേഷം കെട്ടുന്നവരാകാം, മന്ത്രിച്ചൂതി ഏലസ് പോലെ തസ്ബീഹ് മാല കൈവപ്പിടിച്ച് ഒരു ബീവി വേഷം കെട്ടുന്നവളാകാം, ജാറത്തിങ്കൽ ഇരിക്കുന്നവനാകാം, കുടിക്കാതെ നനയ്ക്കാതെ നടക്കുന്ന ഏതോ ഒരുത്തനാവാം. മൻ അതാ അർറാഫൻ, അങ്ങനെ ഭാവി അറിയാമെന്ന് പറഞ്ഞിരിക്കുന്നവന്റെ അരികിൽ നിങ്ങൾ ചെന്നു, ഒരു തമാശക്ക് നിങ്ങൾ ബീച്ചിൽ ചെന്നു, കൂട്ടുകാരെ മുൻപിലിരുന്നു, കൈനോട്ടക്കാരി പെണ്ണു വന്ന് കണ്ണീര് പറഞ്ഞപ്പം കയ്യങ്ങ് നീട്ടിക്കൊടുത്തു. ഓരോന്നോരോന്ന് പറയുന്ന കൂട്ടത്തിൽ നമ്മൾ കളിയാക്കി, ചിലത് നമ്മളെ മനസ്സിൽ കൊണ്ടു. ആ വിശ്വാസം നിങ്ങളിലുണ്ടെങ്കിൽ, തമാശക്കാണെങ്കിൽ പോലും അള്ളാഹു അല്ലാത്തൊരാൾക്ക് നേരെ ഭാവി അറിയാൻ, ജ്യോത്സ്യൻ അറിയാൻ നിങ്ങൾ കൈനീട്ടി കൊടുത്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഫസദ്ദഖഹു, അവൻ പറഞ്ഞതിൽ ചിലത് നിങ്ങളെ മനസ്സിൽ പോറിൽ ഉണ്ടാക്കുകയും ചെയ്തു. അതുണ്ടാക്കും, അതാ ശൈത്താന്റെ പണി. കൈ നീട്ടുന്നത് വരെ നിങ്ങൾക്ക് വിശ്വാസമില്ല. കൈ നീട്ടിയപ്പോ കുറച്ചു കഴിഞ്ഞ് ആ വിശദീകരിച്ച കൂട്ടത്ത് പറഞ്ഞു, എന്തോ ഒരു സങ്കടം വരാനുണ്ട്, മേലൊരു രക്തം പൊടിയാനുണ്ട്. ബീച്ചിന്ന് തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോ ബൈക്കൊന്ന് സ്കിപ്പായി വീണ് കയ്യും കാലും തോലുപോയപ്പോ ആദ്യം ശൈത്താൻ ചിന്തിപ്പിക്കുന്ന കോലത്തിലുള്ള ചിന്ത എന്തായിരിക്കും അറിയോ? ആ പെണ്ണ് കയ്യോക്കി പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയതാ, അതൊരു പൂച്ച ചാടിയാലും മതി. ഒരു കറുത്ത പൂച്ചയാണെങ്കിൽ വണ്ടി പോയി എവിടെങ്കിലും ഓട്ടോറിക്ഷ കുരഞ്ഞാൽ വീണ്ടും നമ്മളെ മനസ്സ് ചിന്തിക്കും, പൂച്ച ചാടിയപ്പോഴേ ഞാൻ ചിന്തിച്ചതാ. ആ വിശ്വാസം, ആ ദുർബലമായ ചിന്ത നിങ്ങളുടെ ജീവിതത്തിലുള്ള അമലുകളെ ബാത്തിലാക്കി കളയും. അയ്യും കയ്യുമുമായ ഹൈറും ഷർറും തീരുമാനിക്കുന്ന എന്റെ റബ്ബാണ് എനിക്കെല്ലാം വിധിക്കുന്നത് എന്ന വിശ്വാസത്തിൽ എവിടെയോ അബദ്ധം സംഭവിച്ചതുകൊണ്ട് വീണ്ടും അള്ളാഹുവിന്റെ തിരുദൂതൻ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ ഒരു ജ്യോത്സ്യനെ വിശ്വസിച്ചിട്ടുണ്ട് എങ്കിൽ ലൻ യഖ്ബലു, തീർച്ചയായും നിങ്ങളിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുകയില്ല. സലാത്തു 40 യൗമൻ, 40 ദിവസം നിങ്ങൾ നമസ്കരിച്ചാൽ ആ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല. കാരണം അവൻ ഖുർആനിനെ നിഷേധിച്ചവനാണ്. അതേ ചരിത്രത്തിന്റെ മറ്റൊരു ഭാഗത്ത് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, മൻ അതാ ഹായിലൻ, ആരെങ്കിലും ഒരാൾ ഹൈദുള്ള ആർത്തവകാരിയായ പെണ്ണിനെ സമീപിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ, ഔ ഇംറഅത്തുൻ ഫീ ദുബരിഹാ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ പിൻഭാഗത്തുകൂടി ബന്ധപ്പെടുകയോ ചെയ്താൽ, ഔ കാഹിനൻ, അല്ലെങ്കിൽ ഒരു ജ്യോത്സ്യന്റെ അരികിൽ ചെന്നാൽ, ഫസദ്ദഖഹു ബിമാ യഖൂലു,
ഈ മൂന്നിലേതെങ്കിലും അവൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ, മുഹമ്മദ് നബിക്ക് അല്ലാഹു അവതരിപ്പിച്ച ഖുർആനിനെ തനിച്ച് നിഷേധിച്ച പച്ച കാഫിറായിട്ട് അവൻ അള്ളാഹു കണക്കാക്കുന്നുള്ളൂ. ഒന്ന്, അവന്റെ ഹൈദുള്ള പെണ്ണിനെ സമീപിക്കൽ. രണ്ട്, പിൻദ്വാരത്തിലൂടെ പ്രവേശിക്കൽ. മൂന്ന്, ഏതെങ്കിലും ജ്യോത്സ്യനരിയിൽ അവൻ ഭാവി അറിയാനും ഭൂതമറിയാനും വേണ്ടി കയറി ചെന്നാൽ ഇതും അവന്റെ അമലുകളെ നശിപ്പിച്ചു കളയാൻ കാരണമാക്കും. മറ്റൊരു കാര്യം അള്ളാഹുവിന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തി, മൻ ശരിബൽ ഖംറ, നിങ്ങൾ കള്ളു കുടിച്ചിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ സക്കിറഹ, എന്തെങ്കിലും ഒരു ലഹരി, കള്ളാവട്ടെ, ബ്രൗൺ ഷുഗർ ആവട്ടെ, കഞ്ചാവട്ടെ, എന്തിന്, ഇൻജുറിയസ് ഹെൽത്ത്, നിങ്ങളെ ശരീരം നശിപ്പിക്കുന്നതെന്ന് പച്ച കെയ്തി വെക്കുന്ന പുകച്ചുരുളുകളാവട്ടെ, ദിനേശ് പിരടി ആവട്ടെ, ഇനി അതല്ല സിസറാവട്ടെ, മറ്റേതെങ്കിലും ആവട്ടെ. ഇന്ന് ചില മക്കൾക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് ചില ഹോട്ടലുകളിലും ചില മാളുകളിലും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അറബികളുടെ സംസ്കാരം, വിനോദം, എന്തോ ഹുക്ക വലിക്കുക, പുകച്ചു തള്ളുക എന്നൊക്കെ ഉള്ളൊരു ലഹരി. എത്രമാത്രം സത്യമുണ്ട് എന്നറിയൂല. എന്നാലും നമ്മളെ വീട്ടിലെ മക്കളൊക്കെ അതിൽ ആനന്ദം കണ്ടെത്തി തുടങ്ങിയിട്ടുണ്ട് എന്ന് പലരുടെയും സ്റ്റാറ്റസ് പെൺകുട്ടികളുടേത് പോലും നമ്മളെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പെൺമക്കളൊക്കെ ഇതൊക്കെ ഒരു ഷോ ആണെന്ന് കരുതി ജീവിക്കുന്നുണ്ട്. ആൺകുട്ടികൾ പോലും കൂട്ടം കൂടി വലിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ലഹരി, കള്ളുകുടി പോലെ ലഹരി ബാധിപ്പിക്കുന്ന എന്തെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ലൻ തുഖ്ബലു ലഹു സലാത്തുൻ 40 സുബാഹ, 40 ദിവസം നിങ്ങൾ ചെയ്ത ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കുകയില്ല. കള്ളുകുടിയന്മാർ ഇന്ന് രഹസ്യമായി സേവിക്കുന്നവരുണ്ട്. പല ഭാര്യമാരും സങ്കടത്തില. രാത്രിയാകുമ്പോൾ പിയാപ്പയ്ക്ക് കുറച്ച് കിട്ടണം. കൂട്ടുകാരപ്പരം പഠിക്കാൻ പോയ കാലത്ത് തുടങ്ങിയത് ഇപ്പോഴും തടയാനാവാത്ത രക്ഷിതാക്കളുണ്ട്. മകന്റെ കുടി മാറാൻ പെണ്ണ് കെട്ടിക്കുന്ന വാപ്പാരുണ്ട്. രാത്രി മകന്റെ കുടിക്ക് കാവല് നിൽക്കുന്ന ഉമ്മമാരുണ്ട്. ഭർത്താവിന്റെ കുടി കാരണം രാത്രി പുറത്തേക്ക് പറഞ്ഞയക്കാൻ പറ്റാത്ത ഭാര്യമാരുണ്ട്. ഇപ്പം മണമില്ലാത്തതും മണമില്ലാതാക്കി അനുഭവിപ്പിക്കുന്നതും അവേശത്തോടെ കിക്കിറങ്ങുന്നതും സുബിയാമ്പളേക്കൊക്കെ മാറുന്നതും ഒക്കെ സുലഭമായി കുടുംബത്തിൽ പലരും ഉപയോഗിക്കുന്നുണ്ട്. ആള് പകൽമാന്യന്മാരായിരിക്കും, സമൂഹത്തിൽ നല്ല നിലയും വിലയും ഉണ്ടാകും. പക്ഷെ കുറച്ച് ചെല്ലണം, അതെന്ത് പരിപാടി ഉണ്ടെങ്കിലും എന്ന് ചിന്തിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്, നമ്മളെ മക്കളുണ്ട്. ഈ തലമുറയെ നശിപ്പിക്കുന്ന നിരീശ്വരവാദികളുടെ ഏറ്റവും വലിയ ലക്ഷ്യവും അതാ. അല്പം സിപ്പ് ചെയ്യണം, അല്പം കുടിക്കണം, അല്പം ഉപയോഗിക്കണം, അല്ലാതെ എന്താണ് എന്ന് ചിന്തിപ്പിക്കുന്ന രീതി അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, മദ്യമാവട്ടെ ലഹരിയാവട്ടെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ 40 ദിവസത്തെ ഇബാദത്തുകളൊക്കെ അള്ളാഹു നശിപ്പിച്ചു കളയും. 3 തവണ അള്ളാന്റെ തിരുദൂതൻ പറഞ്ഞു, അവൻ ഖേദിക്കുകയും കുടിച്ചു പോയത് ഉപയോഗിച്ചു പോയതിന്റെ പേരിൽ അള്ളാഹുവിനോട് തൗബ ചെയ്താൽ അള്ളാഹു പുറത്തെടുക്കും. രണ്ടാമതും പറഞ്ഞു, അവൻ ചെയ്തത് അള്ളാഹിനോട് ഏറ്റു പറഞ്ഞാൽ അള്ളാഹ് പുറത്തെടുക്കും. 3-ാമത്തെ തവണയും അള്ളാന്റെ ഹബീബ് പറഞ്ഞു, അബദ്ധത്തിൽ ചെയ്തു പോയതാവാം, കൂട്ടുകാരെ കൂടെ, കുടുംബക്കാരെ കൂടെ, അല്ലെങ്കിൽ ഫാമിലി ടൂറിൽ, അല്ലെങ്കിൽ സ്റ്റാഫ് ടൂറിൽ സംഭവിച്ചു പോയതാണെങ്കിൽ പോലും അവൻ ആ ഖേദം റബ്ബിനോട് പറഞ്ഞാൽ അള്ളാഹു അവനെ പുറത്തു കൊടുക്കും. 4-ാമതായി തിരുദൂതൻ പറഞ്ഞു, എന്നിട്ടും അവൻ ഒഴിവാക്കുന്നില്ല എങ്കിൽ തീർച്ചയായും അള്ളാഹുവിന്റെ തിരുദൂതൻ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു, അവന് നരകത്തിന്റെ പാനീയം, ഏറ്റവും മോശം പാനീയം അള്ളാഹു അവന് ഖബറിൽ വെച്ച് കുടിക്കാൻ കൊടുക്കും. അത്ഭുതത്തോടെ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, വമാ റദ്അത്തുൽ ഖബാലി, എന്താണ് ഏറ്റവും മോശമായ പാനീയം? അള്ളാഹുവിന്റെ റസൂല് മുഖം വെറുത്ത് അറപ്പോടെ പറഞ്ഞൊരു വാക്കുണ്ട്, തീർച്ചയായും നിങ്ങൾ ശിക്ഷിക്കണേ, ഉസാറത്തുൻ അഹ്ലിന്നാർ, നരകത്തിൽ കിടന്ന് സങ്കടപ്പെടുന്നവന്റെ വിയർപ്പും രക്തവും ചലവും കൂടിക്കലർന്നതാണ് ആ കള്ളുകുടിയന്മാർക്കും ലഹരി ഉപയോഗിക്കുന്നവർക്കും പടച്ചോൻ കൊടുക്കുന്ന പാനീയം. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ നമ്മളെ അമലുകൾ ഓരോന്ന് ചെയ്യുമ്പോഴും ഈ ചെയ്യുന്ന സ്വഭാവക്കേടുകളെ കൊണ്ട് എല്ലാം ഇവിടെ തന്നെ നശിച്ചു പോകുന്നുണ്ടെങ്കിൽ അവസാനം കയറി ചെല്ലുന്ന കബറിൽ പ്രത്യേകിച്ച് നമുക്ക് ഗുണമുണ്ടാക്കുന്നതൊന്നും നമ്മളെ കയ്യിൽ ഉണ്ടാവാതെ വരും. അതാണ് റബ്ബ് പഠിപ്പിച്ചതും, ആമിലത്തുൻ നാസിബ തസ്ലാ നാറുൻ ഹാമിയ. അള്ളാന്റെ അരികിൽ വരുമ്പോ ഒരുപാട് അധ്വാനിച്ച കണക്ക് അവന്റെ മനസ്സിലുണ്ടെങ്കിലും ഒന്നും ഉപകാരപ്പെടാത്തവനായി അള്ളാഹു അവനെ കണക്കാക്കും. ആ കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കാൻ ഇനി അങ്ങോട്ടുള്ള മരണം വരെ, 11 മാസത്തിന്റെ അപ്പുറം കാത്തിരിക്കുന്ന റമദാൻ വരെയല്ല, ഇനി അങ്ങോട്ടും മരണം വരെ നേടിയെടുത്ത വിശുദ്ധിയും അമലുകളും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഈ സ്വഭാവങ്ങളൊന്നും നമ്മളിൽ ഇല്ല എന്ന് ഓരോരുത്തരും ജീവിതത്തെ ചിട്ടപ്പെടുത്തി സ്ഥാപിക്കേണ്ടതുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.